ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം വെള്ളിയാഴ്ച മുതൽ നൽകി തുടങ്ങും എന്നുള്ളതാണ്. ഇതിനായി തുക അനുവദിച്ചു എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ട്. പ്രശാന്ത്, സ്വാഭാവികമാണ്, പ്രതീക്ഷിച്ചതാണ് ക്ഷേമ പെൻഷൻ ഇത്തവണ അധികം വൈകില്ല എന്ന്. വെള്ളിയാഴ്ച മുതൽ കിട്ടുമോ? അതെ, ദിവിഷ്, ക്ഷേമ പെൻഷൻ വിതരണം 20-ാം തീയതി മുതൽ നടത്താനാണ് ധനവകുപ്പിന്റെ തീരുമാനം. ഇതിനാവശ്യമായ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുന്നതിന് ആവശ്യമായ തുക അനുവദിച്ചു കഴിഞ്ഞതായും ധനവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നു. ഇനി ഒരു മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയായുള്ളത്. അപ്പോൾ പിന്നീട് ക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇതിനു മുൻപ് തന്നെ ക്ഷേമ പെൻഷൻ അനുവദിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. അപ്പോൾ അതിന് മുൻപ് 20-ാം തീയതി അതിന് മുൻപ് തന്നെ വിതരണം നടക്കും. 62 ലക്ഷം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുക. ഈ മാസം പ്രതിമാസം 1600 രൂപയാണ് ഈ മാസം ക്ഷേമ പെൻഷനായി 20-ാം തീയതി ഗുണഭോക്താക്കളുടെ കയ്യിലേക്ക് വരിക. ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച് അറിയിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പ് പുറത്തിറക്കുമ്പോൾ അതിൽ ക്ഷേമ പെൻഷനായി ഈ സർക്കാർ ഇതുവരെ നൽകിയത് 38,500 കോടി രൂപയാണെന്നും UDF സർക്കാരിന്റെ കാലത്ത് 5 വർഷം നൽകിയത് 9,011 കോടി രൂപയാണെന്നും അടക്കമുള്ള കണക്കുകളും സർക്കാർ വിവരിച്ചിട്ടുണ്ട്. ഒപ്പം കേന്ദ്ര സർക്കാർ കേരളത്തിന് മേൽ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധത്തിലും സാധാരണക്കാരുടെ ക്ഷേമകാര്യത്തിൽ അതീവ ശ്രദ്ധയോടുള്ള സമീപനം സർക്കാർ സ്വീകരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളും സർക്കാർ ഓർമ്മപ്പെടുത്തുകയാണ്. ശരി. പ്രശാന്ത് കൃഷിയാണ് വിവരങ്ങൾ നൽകിയത്. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ 20-ാം തീയതി മുതൽ നൽകി തുടങ്ങുമെന്നാണ്. പൂജ, ഇപ്പോൾ നിലമ്പൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായത് UDF ഇറക്കിയൊരു വീഡിയോയൊക്കെയാണ്. ഈ ക്ഷേമ പെൻഷൻ ആര് തുടങ്ങി, ആർക്കാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടതെന്നൊക്കെ വളരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൊടുക്കാനും പോകുന്നത്.